ഫ്രാൻസിന്റെ ഭരണം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ശരിക്കും ആരാണ് അവിടെ പവർഫുൾ? പ്രസിഡന്റോ അതോ പ്രധാനമന്ത്രിയോ? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഒറ്റ ഉത്തരമേ ഉള്ളൂ: അവരുടെ ഭരണഘടന. അപ്പോൾ ഫ്രാൻസിന്റെ രാഷ്ട്രീയത്തിന്റെ ആണിക്കല്ലായ ആ ഒരു ഡോക്യുമെന്റിനെക്കുറിച്ചാണ് നമ്മളിന്ന് വിശദമായി നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഫ്രാൻസിന്റെ ഈ ഭരണ സംവിധാനത്തെ ഇത്ര സ്പെഷ്യലാക്കുന്നത്? ലോകത്തുള്ള മറ്റു പല ജനാധിപത്യ രാജ്യങ്ങളിൽ നിന്നും ഫ്രാൻസ് എങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നത്? അതിൻ്റെ എല്ലാം ഉത്തരം കിടക്കുന്നത് അവരുടെ ആ ഒരു യുണീക്ക് സിസ്റ്റത്തിലാണ്. പ്രസിഡന്റിന്റെ അധികാരവും പാർലമെന്റിന്റെ അധികാരവും ഒരുമിച്ച് ചേർന്ന ഒരു തരം ഹൈബ്രിഡ് മോഡലാണത്. ഇതിനെ നമുക്ക് ഇങ്ങനെ സങ്കല്പിക്കാം: ഒരു കാറിന് 2 ഡ്രൈവർമാർ. പ്രസിഡന്റ് ഹൈവേയിലൂടെയുള്ള ലോങ് ഡ്രൈവും വലിയ വലിയ തീരുമാനങ്ങളുമൊക്കെ എടുക്കുന്നു. അതേസമയം പ്രധാനമന്ത്രി സിറ്റിക്കകത്തുള്ള ഡെയിലി റണ്ണും കാര്യങ്ങളുമൊക്കെ മാനേജ് ചെയ്യുന്നു. മിക്കവാറും സമയങ്ങളിൽ ഇവർ ഒരുമിച്ച് വണ്ടി ഓടിക്കും. പക്ഷേ ചിലപ്പോൾ ഇവർ രണ്ടുപേരും 2 ഡയറക്ഷനിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചാലോ? ആ ഒരു അവസ്ഥ, അതാണ് ഫ്രഞ്ച് പോളിറ്റിക്സിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയൊരു സംഭവം. അപ്പോൾ ഈ ഹൈബ്രിഡ് സിസ്റ്റം ശരിക്കും എവിടുന്നാ വരുന്നത്? അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഏറ്റവും ബേസിലേക്ക് പോകണം. കാരണം പലരും വിചാരിക്കുന്ന പോലെ ഫ്രഞ്ച് ഭരണഘടന എന്ന് പറയുന്നത് വെറുതെ 1958 എഴുതിയുണ്ടാക്കിയൊരു പുസ്തകമല്ല. അതിന് ഒരുപാട് ചരിത്രപരമായ വേരുകളുണ്ട്. അതിനെയാണ് അവർ ബ്ലോക്ക് ഡി കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി എന്ന് പറയുന്നത്. ആ പേരുകേട്ട് പേടിക്കൊന്നും വേണ്ട. സിമ്പിളായി പറഞ്ഞാൽ ഇതാണ് ഫ്രാൻസിന്റെ നിയമങ്ങളുടെ ശരിക്കുള്ളൊരു ഫ്രെയിംവർക്ക്. അതായത് പുതിയൊരു നിയമം കൊണ്ടുവരുമ്പോൾ അത് ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഒരു ഡോക്യുമെന്റ് മാത്രമല്ല അവർ നോക്കുന്നത്, പകരം ഈയൊരു കൂട്ടം രേഖകളെയാണ് അവർ ആശ്രയിക്കുന്നത്. ഈ ബ്ലോക്കിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കിയാൽ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതിലിപ്പോഴത്തെ ഭരണഘടന മാത്രമല്ല, ഫ്രഞ്ച് വിപ്ലവകാലത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനം, പിന്നെ 2ാം ലോകമഹായുദ്ധത്തിനു ശേഷമുള്ള ചില സാമൂഹിക അവകാശങ്ങൾ, എന്തിനു പറയുന്നു, ക്ലൈമറ്റ് ചേഞ്ചിനെക്കുറിച്ചുള്ള ലേറ്റസ്റ്റ് ചാർട്ടർ വരെ ഇതിന്റെ ഭാഗമാണ്. അപ്പോൾ അതിന്റെ അർത്ഥമെന്താ? ഫ്രാൻസിന്റെ നിയമങ്ങൾ അതിന്റെ ചരിത്രത്തെയും ഇന്നത്തെ കാലത്തെയും ഒരുപോലെ റെസ്പെക്ട് ചെയ്യുന്നു എന്ന് തന്നെയാണ്. ശരി, അപ്പോൾ ഈ ഒരു യുണീക്ക് സിസ്റ്റത്തിലെ ഏറ്റവും പവർഫുൾ പ്ലെയർ ആരായിരിക്കും? ഒരു സംശയവും വേണ്ട, അത് ഫ്രഞ്ച് പ്രസിഡന്റ് തന്നെയാണ്. എന്തുകൊണ്ടാണ് ആ ഒരു പോസ്റ്റിനെ ഇത്രയധികം പവർ കിട്ടുന്നത്? നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായി, പ്രധാനമന്ത്രിയെ അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരം. പിന്നെ വേണമെന്ന് തോന്നിയാൽ പാർലമെന്റ് തന്നെ പിരിച്ചുവിടാൻ പറ്റും. അതുമാത്രമല്ല, രാജ്യത്തിനു വേണ്ടി ഇന്റർനാഷണൽ ട്രീറ്റികളിൽ ഒപ്പുവയ്ക്കാനുള്ള ചുമതല. ഇതൊക്കെ പ്രസിഡന്റിനെ വെറുമൊരു രാഷ്ട്രത്തലവൻ എന്നതിലുപരി ശരിക്കും പവർഫുൾ ആക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം ഒരു ഭരണാധികാരി മാത്രമല്ല, ഫ്രഞ്ച് റിപ്പബ്ലിക്കിന്റെ തന്നെ ഒരു ഗാർഡിയനാണ്. പക്ഷേ ഈ പവറിൻ്റെയൊക്കെ ശരിക്കുള്ള സീക്രട്ട് എന്താണെന്നറിയോ? അത് ജനങ്ങളാണ്. 1962 മുമ്പ് വരെ കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നില്ല. പക്ഷേ എപ്പോഴാണോ ജനങ്ങൾ നേരിട്ട് അവരുടെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ തുടങ്ങിയത്, അതോടെ അദ്ദേഹത്തിന് കിട്ടിയത് വെറും അധികാരമല്ല, രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള ജനകീയ അംഗീകാരമാണ്. അതോടെ ഫ്രഞ്ച് രാഷ്ട്രീയത്തിന്റെ പവർ സെന്റർ തന്നെ കംപ്ലീറ്റായിട്ട് മാറിമറിഞ്ഞു. ഓക്കെ, പ്രസിഡന്റ് ഇത്ര പവർഫുൾ ആണെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു പ്രധാനമന്ത്രിയും പാർലമെന്റും? ഇവിടെയാണ് ഈ ഹൈബ്രിഡ് സിസ്റ്റത്തിന്റെ ഒരു ബാലൻസ് വരുന്നത്. കാരണം അധികാരത്തിന്റെ അടുത്ത പകുതി ഇരിക്കുന്നത് ഇവരുടെ കയ്യിലാണ്. ഇവിടെയാണ് ആ പവർ ഡിവൈഡ് നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നത്. പ്രസിഡന്റ് രാജ്യത്തിന്റെ മുഖമായിട്ട് ലോകവേദികളിലൊക്കെ പോകുമ്പോൾ പ്രധാനമന്ത്രിയാണ് രാജ്യത്ത് ഡേ ടു ഡേ കാര്യങ്ങൾ നോക്കി നടത്തുന്നത്. ഈ കളി എപ്പോഴാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആവുന്നതെന്നറിയാവോ? പ്രസിഡന്റിന്റെ പാർട്ടിക്ക് പാർലമെന്റിൽ ഭൂരിപക്ഷമില്ലാതെ വരുമ്പോൾ. അപ്പോൾ പിന്നെ ഒരുതരം വടംവലിയാണ്. ഫ്രഞ്ചുകാരിതിനൊരു പേരും കൊടുത്തിട്ടുണ്ട്: സഹവാസം അല്ലെങ്കിൽ കോഹാബിറ്റേഷൻ. അതായത് ഒട്ടും ഇഷ്ടമില്ലെങ്കിലും ഒരുമിച്ച് താമസിക്കാൻ നിർബന്ധിതരായ 2 രാഷ്ട്രീയ എതിരാളികളെപ്പോലെ. പക്ഷേ അവസാനം അൾട്ടിമേറ്റ് പവർ ആർക്കാണ്? അത് ജനങ്ങൾ തെരഞ്ഞെടുത്ത പാർലമെന്റിന് തന്നെയാണ്. പ്രധാനമന്ത്രിക്കും ഗവൺമെന്റിനും എന്ത് അധികാരമുണ്ടെന്ന് പറഞ്ഞാലും നാഷണൽ അസംബ്ലിയുടെ വിശ്വാസം അവർക്ക് വേണം. ആ വിശ്വാസം എപ്പോ പോകുന്നോ അപ്പോൾ കളി മാറും, സർക്കാർ താഴെ വീഴും. അത്രയുള്ളൂ. ഏതൊരു നിയമപുസ്തകം എടുത്തു നോക്കിയാലും അതിൽ ചില സൂപ്പർ പവറുകൾ ഒളിഞ്ഞിരിപ്പുണ്ടാവും. അതുപോലെ ഫ്രഞ്ച് ഭരണഘടനയിലുമുണ്ട് ചില പ്രത്യേക വകുപ്പുകൾ. പൊളിറ്റിക്സിലൊരു കൊടുങ്കാറ്റുണ്ടാക്കാൻ പോലും കഴിവുള്ള, ഗവൺമെന്റിന് എക്സ്ട്രോർഡിനറി പവർ കൊടുക്കുന്ന ചില ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾ 49.3. ഫ്രഞ്ച് പൊളിറ്റിക്സ് ഫോളോ ചെയ്യുന്ന ആർക്കും ഈ നമ്പർ കേൾക്കാതിരിക്കാൻ വഴിയില്ല. ഇതിനെ ശരിക്കും ഗവൺമെന്റിന്റെ ഒരു ട്രംപ് കാർഡ് എന്ന് തന്നെ വിളിക്കാം. ഒരു ബില്ല് പാർലമെന്റിൽ പാസാക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് കണ്ടാൽ ഗവൺമെന്റ് ഈ ആർട്ടിക്കിൾ എടുത്ത് പ്രയോഗിക്കും. അതോടെ വോട്ടിംഗൊന്നുമില്ലാതെ ആ ബില്ല് നിയമമാകും. ഇതിനെ തടയാൻ ആകെ ഒരു വഴിയേ ഉള്ളൂ: ഗവൺമെന്റിനെതിരെ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് അവരെ പുറത്താക്കണം. ഇതൊരു തരം പൊളിറ്റിക്കൽ ചെക്ക്മേറ്റാണ്. അതുകൊണ്ടുതന്നെയാണ് ഇത് ഇത്രയധികം കോൺട്രവേഴ്ഷ്യൽ ആകുന്നതും. ഗവൺമെന്റിന് മാത്രമല്ല, പ്രസിഡന്റിനുമുണ്ട് ഇതുപോലൊരു എമർജൻസി പവർ.
അതാണ് ആർട്ടിക്കിൾ 116. അതായത് രാജ്യം വലിയൊരു പ്രതിസന്ധി നേരിടുമ്പോൾ, ചിലപ്പോൾ ഒരു യുദ്ധം അല്ലെങ്കിൽ വലിയൊരു കലാപമൊക്കെ ഉണ്ടാകുമ്പോൾ പ്രസിഡന്റിന് രാജ്യത്തിന്റെ ഭരണം ഏകദേശം കംപ്ലീറ്റായിട്ട് ഏറ്റെടുക്കാൻ ഈ ആർട്ടിക്കിൾ അധികാരം കൊടുക്കുന്നു. ഇതൊരു സേഫ്റ്റി സ്വിച്ച് ആണെന്ന് ചിലർ പറയും. പക്ഷേ ഇതൊരു ഡിക്റ്റേറ്റർക്ക് കിട്ടുന്ന പോലത്തെ പവറല്ലേ, അതുകൊണ്ട് ഇത് വളരെ അപകടം പിടിച്ച ഒന്നാണെന്ന് വാദിക്കുന്നവരുമുണ്ട്. ശരി, ഇത്രയൊക്കെ വലിയ അധികാരങ്ങളുണ്ടല്ലോ, ഇതൊന്നും ആരും മിസ്യൂസ് ചെയ്യുന്നില്ലെന്ന് ആര് നോക്കും? അതിനാണ് ഫ്രാൻസിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെഫറി ഇരിക്കുന്നത്, കോൺസ്റ്റിറ്റ്യൂഷണൽ കൗൺസിൽ. നമ്മൾ നേരത്തെ സംസാരിച്ച ആ ഭരണഘടനാ ബ്ലോക്ക് ഓർമ്മയില്ലേ? പാർലമെന്റ് പാസാക്കുന്ന ഓരോ നിയമവും ഈ ബ്ലോക്കിലുള്ള തത്വങ്ങളുമായി ഒത്തുപോകുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്യുക. അതാണ് ഈ കൗൺസിലിന്റെ മെയിൻ പണി. ശരിക്കും പറഞ്ഞാൽ അവരാണ് ഭരണഘടനയുടെ റിയൽ ഗാർഡിയൻസ്. അതിലും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം 2008 വന്ന ഒരു മാറ്റം ഈ കൗൺസിലിന്റെ അധികാരത്തെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. QPC എന്ന് പറയും. ഈ സിസ്റ്റം വെച്ചിട്ട് നിങ്ങൾക്കോ എനിക്കോ ഇപ്പോൾ നിലവിലുള്ള ഏതെങ്കിലും ഒരു നിയമം നമ്മുടെ റൈറ്റ്സിനെതിരാണെന്ന് തോന്നിയാൽ അതിനെ കോടതിയിൽ ചാലഞ്ച് ചെയ്യാം. ആ ചോദ്യത്തിൽ കഴിവുണ്ടെന്ന് കോടതിക്ക് തോന്നിയാൽ അത് നേരെ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ കൗൺസിലിന്റെ മുന്നിലെത്തും. ഇത് സാധാരണക്കാർക്ക് കിട്ടിയ ഒരു വലിയ പവർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ച ഈ നിയമങ്ങളൊക്കെ 1958 എങ്ങനെ എഴുതിയോ അതുപോലെ തന്നെയാണോ ഇപ്പോഴും? ഒരിക്കലുമല്ല. ഫ്രഞ്ച് ഭരണഘടന എന്ന് പറയുന്നത് ഒരു മ്യൂസിയത്തിൽ വെച്ചേക്കുന്ന സാധനമല്ല. അത് കാലത്തിനനുസരിച്ച് മാറുകയും വളരുകയും ചെയ്യുന്ന, ശ്വാസമെടുക്കുന്ന ഒരു ജീവനുള്ള ഡോക്യുമെന്റാണ്. നോക്കൂ, 1962 പ്രസിഡന്റിനെ ജനങ്ങൾ ഡയറക്റ്റായിട്ട് തിരഞ്ഞെടുക്കാൻ തുടങ്ങിയതു മുതൽ പിന്നെ 2000 അദ്ദേഹത്തിന്റെ കാലാവധി 7 വർഷത്തിൽ നിന്ന് 5 കുറച്ചതുവരെ ഓരോ മാറ്റത്തിനു പിന്നിലും വലിയ രാഷ്ട്രീയ കാരണങ്ങളുണ്ടായിരുന്നു. ഈ മാറ്റങ്ങളൊക്കെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്രാൻസ് അവരുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ എപ്പോഴും മെച്ചപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുവെന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഭരണഘടന മാറ്റുന്നത്? അതിന് പ്രധാനമായും 2 വഴികളുണ്ട്. ഒന്നുകിൽ പാർലമെന്റിൽ ഒരു വലിയ ഭൂരിപക്ഷത്തോടെ രാഷ്ട്രീയക്കാർക്ക് തന്നെ അത് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് ജനങ്ങളോട് നേരിട്ട് ചോദിക്കാം. അതായത് ഒരു റെഫറൻഡം നടത്തിയിട്ട്. പൊളിറ്റിക്കൽ വിൽ പവറും ജനങ്ങളുടെ അംഗീകാരവും തമ്മിലുള്ള ഒരു ചോയ്സാണത്. ഇത്രയും നിയമങ്ങളും അധികാരങ്ങളുമൊക്കെ നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഇതിന്റെ എല്ലാം തുടക്കത്തിലേക്ക്, അതിന്റെ ഹൃദയത്തിലേക്ക് തന്നെ മടങ്ങിവരാം. 1-ാം ആർട്ടിക്കിളിലേക്ക്. ആ 4 വാക്കുകൾ: അവിഭാജ്യം, മതേതരം, ജനാധിപത്യപരം, സാമൂഹികം. ഇതാണ് ശരിക്കും ഫ്രഞ്ച് റിപ്പബ്ലിക്കിന്റെ ആത്മാവ്. ഈ ഭരണഘടനയിലുള്ള ബാക്കി എല്ലാ നിയമങ്ങളും ഈ 4 തൂണുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ എന്റെ ചോദ്യം ഇതാണ്: ഈ ഒരു കോംപ്ലെക്സ് സിസ്റ്റം ഫ്രാൻസിന് ശരിക്കും സ്റ്റെബിലിറ്റി കൊടുക്കുന്നൊരു ബ്ലൂ പ്രിന്റാണോ, അതോ പ്രസിഡന്റും പ്രധാനമന്ത്രിയും തമ്മിലുള്ള ഈ പവർ ഗെയിമിൽ എപ്പോഴും സ്ട്രെയിൻ അനുഭവിക്കുന്ന ഒരു സിസ്റ്റമാണോ? ഒരുപക്ഷേ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഫ്രഞ്ച് പൊളിറ്റിക്സിന്റെ അടുത്ത ചാപ്റ്ററിലായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. ഇതിനെപ്പറ്റി നിങ്ങൾക്കെന്ത് തോന്നുന്നു? നമുക്ക് അടുത്തൊരു വിശകലനത്തിൽ വീണ്ടും കാണാം.